ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നലെ ആയിരുന്നു CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ മക്കൾക്ക്? എല്ലാ ആൻസേഴ്സും കറക്റ്റായിട്ട് എഴുതാൻ കഴിഞ്ഞോ? ഓക്കെ, കുറച്ച് പേർക്ക് ഈസി ആയിരുന്നിരിക്കാം, മറ്റു ചിലർക്ക് അല്പം ടഫായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടാവാം. എനിവേ, ഡോണ്ട് സ്ട്രെസ്, ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ലേണിംഗ്. സോ ഇനി റിസൾട്ടൊക്കെ ഓർത്ത് ടെൻഷനൊന്നും ആവണ്ട. പാരൻസിനോട് കൂടിയാണേ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വീണ്ടും വീണ്ടും അനലൈസ് ചെയ്യിപ്പിച്ച് നമ്മുടെ മക്കൾക്ക് കൂടുതൽ സ്ട്രെസ്സും ടെൻഷനും ഒന്നും കൊടുക്കണ്ട കേട്ടോ. എല്ലാ മക്കൾക്കും നല്ല സ്കോർ, നല്ല റിസൾട്ടൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, നമുക്ക് ഈ വർഷത്തെ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാമേ. ഇനി ഏതെങ്കിലും ആൻസേഴ്സ് എൻ്റെ മക്കൾക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതോർത്ത് വിഷമിക്കാനും നിൽക്കേണ്ട കേട്ടോ. ഫസ്റ്റ് ചോദ്യം മലയാളത്തിൽ നിന്നാണ്. പേപ്പർ 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്കൂളിൽ നിന്ന് എല്ലാ കുട്ടികളെയും സൗജന്യമായി പഠനയാത്രയ്ക്ക് കൊണ്ടുപോകുന്നു. ടീച്ചർ പറഞ്ഞു. ഇത് കേട്ട് കുട്ടികളുടെ ഡാഷ് എന്നാണ് തന്നിട്ടുള്ളത്. ചുവടെയുള്ളതിൽ ഏതു പ്രയോഗമാണ് തുടർന്ന് വരാവുന്നത്? ഓപ്ഷൻ എ, മനസ്സിൽ പ്രതീക്ഷയുടെ ചിറകുമുളച്ചു. ബി, നെഞ്ചിൽ തീ കോരിയിട്ടു. സി, നെഞ്ചിലെ ഭാരം വർദ്ധിച്ചു. ഡി, മനസ്സിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ. മനസ്സിൽ പ്രതീക്ഷയുടെ ചിറകുമുളച്ചു. രണ്ടാമത്തെ ചോദ്യം, സ്വന്തം കാൽച്ചുവട്ടിൽ ഒതുങ്ങാതെ നക്ഷത്രങ്ങളിലേക്ക് മിഴിയുയർത്തുക എന്ന വാക്യം കൊണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ത് പാഠമാണ് നമുക്ക് നൽകുന്നത്? ഓപ്ഷൻ എ, എല്ലാവരും പ്രശസ്തരായ ശാസ്ത്രജ്ഞരാകാൻ ശ്രമിക്കണം. ബി, ആകാശ നിരീക്ഷണം നടത്തി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. സി, ആകാശത്തേക്ക് വെറുതെ നോക്കിയിരുന്ന് നക്ഷത്രങ്ങളെ നിരീക്ഷിക്കണം. ഡി, കുറവുകളെയും പരിമിതികളെയും കുറിച്ച് ചിന്തിക്കാതെ ലക്ഷ്യങ്ങൾക്കായി പരിശ്രമിക്കണം. ആൻസർ ഡി ആണ്. കുറവുകളെയും പരിമിതികളെയും കുറിച്ച് ചിന്തിക്കാതെ ലക്ഷ്യങ്ങൾക്കായി പരിശ്രമിക്കണം. മൂന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമാനമായ രീതിയിൽ ചേർത്തെഴുതാവുന്ന വാക്കുകളുടെ കൂട്ടം അഥവാ കൂട്ടങ്ങൾ ഏത്? 1, കാറ്റ് അധികം അടിച്ച്. നീല അധികം കുന്ന്. ചിറക് അധികം ഉണ്ട്. 2, പുക അധികം മഞ്ഞ്. പൂമ്പാറ്റ അധികം ചിറക്. നല്ലത് അധികം അല്ല. 3, പച്ച അധികം കുപ്പായക്കാരൻ. കണ്ടൽ അധികം ചെടി. കറുമ്പി അധികം പയ്യ്. ഓപ്ഷൻസ് നോക്കാം. എ 1ഉം 2ഉം ശരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബി 2 മാത്രം ശരി. സി 2ഉം 3ഉം ശരി. ഡി 3 മാത്രം ശരി. ആൻസർ ഡി ആണ് വരുന്നത്. 3 മാത്രം ശരി എന്നുള്ളതാണ് ആൻസർ. അതായത് പച്ച അധികം കുപ്പായക്കാരൻ, കണ്ടൽ അധികം ചെടി, കറുമ്പി അധികം പയ്യ് തുടങ്ങിയവയൊക്കെ ഒരേ ശൈലിയിൽ നമുക്ക് എഴുതാവുന്ന പദചേരുവകളാണേ. നാലാമത്തെ ചോദ്യം, അക്ഷരമാലാക്രമത്തിൽ എഴുതിയിരിക്കുന്ന വാക്കുകളുടെ കൂട്ടം കണ്ടെത്തുക. എ, കുഞ്ഞരിപ്രാവ്, വനദിനം, കായികോത്സവം, ഓട്ടമത്സരം. ബി, അധ്യക്ഷത, സന്ധ്യ, ദിവസം, സായാഹ്ന സഭ. സി, അച്ഛൻ, ഇഷ്ടം, യാത്രക്കാർ, സമുദ്ര നിരപ്പ്. ഡി, പുസ്തകം, അഭിമാനം, മഹാസമ്മേളനം, ഉച്ചഭക്ഷണം. ആൻസർ സി ആണ്. അച്ഛൻ, ഇഷ്ടം, യാത്രക്കാർ, സമുദ്രനിരപ്പ്. അഞ്ചാമത്തെ ചോദ്യം, ശരിയായി ചിഹ്നനം നടത്തിയ വാക്യം ഏത്? ചിഹ്നങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. സെൻറ്റൻസ് ഇതാണ്. ഹോ, നിങ്ങൾ എത്ര പേരാ ഒരുമിച്ച്? നല്ല രസമായിരിക്കുമല്ലേ ഇങ്ങനെ നീന്തി കളിക്കാൻ? എനിക്കും വരണമെന്നുണ്ട്. പക്ഷേ വെള്ളത്തിൽ മുങ്ങുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടില്ലേ? കുഞ്ഞു മീനുകളെ കണ്ട കുട്ടി ഇങ്ങനെ പറഞ്ഞു. ഇതാണ് സെൻറ്റൻസ്, വാക്യം. ഇനി ഏതൊക്കെ ചിഹ്നങ്ങൾ എവിടെയൊക്കെയാണ് ചേർത്തിരിക്കുന്നത്, കറക്റ്റായിട്ടുള്ള പ്ലേസിലാണോ, കറക്റ്റായിട്ടുള്ള സ്ഥാനത്താണോ, അതാണ് മക്കൾ ശ്രദ്ധിക്കേണ്ടത്. ഏതാണ് ഇതിൻ്റെ ആൻസർ? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ആൻസർ ഓപ്ഷൻ ബി ആണ്. ആറാമത്തെ ചോദ്യം, വാക്കും അർത്ഥവും തമ്മിൽ ശരിയായി യോജിപ്പിച്ചിട്ടുള്ള ജോഡികൾ കണ്ടെത്തുക. 1, അന്തി, സന്ധ്യ. 2, അല്ലൽ, കാട്. 3, മെയ്യ്, ശരീരം. 4, കാനനം, മുഖം. ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ബി 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ സി 2ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ ഡി 3ഉം 4ഉം ശരിയാണ്. ഇതിൽ ആൻസർ വരുന്നത് ഏതാണ് മക്കളെ? ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ് ശരി. അതായത് അന്തി, സന്ധ്യ എന്നുള്ളതും മെയ്യ്, ശരീരം എന്നുള്ളതുമാണ് ശരി. ഏഴാമത്തെ ചോദ്യം, രചനകളുടെയും എഴുത്തുകാരുടെയും പേരുകൾ ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. 1, ചിറകുള്ള ബസ്. 2, കൃഷ്ണഗാഥ. 3, കാന്താരിക്കുട്ടിയും കൂട്ടുകാരും. എഴുത്തുകാരുടെ പേരുകൾ തന്നിട്ടുള്ളത് എ, വീരാൻകുട്ടി. ബി, എസ് ശിവദാസ്. സി, വിഷ്ണു പ്രസാദ്. ഡി, ചെറുശ്ശേരി. ഇതിൻ്റെ ആൻസേഴ്സിൻ്റെ ഓപ്ഷൻസ്
തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 1 സിയുമായിട്ടാണ് ചേരുന്നത്, 2 ഡി ആണ്, 3 ബി ആണ്. ചിറകുള്ള ബസ് വിഷ്ണുപ്രസാദാണ് എഴുതിയിരിക്കുന്നത്. കൃഷ്ണഗാഥ ചെറുശ്ശേരിയും കാന്താരിക്കുട്ടിയും കൂട്ടുകാരും എഴുതിയിരിക്കുന്നത് എസ് ശിവദാസുമാണ്. 8ാമത്തെ ചോദ്യം, നെഞ്ച് എന്ന കവിതയിലെ ആ തോടും ചത്തു പൊങ്ങി നാ തോടും ചത്തു പൊങ്ങിയത് എന്ന വരിയുടെ ശരിയായ ആശയം എന്ത്? 1 തോട്ടിലെ ജീവികൾ നശിച്ചു, 2 തോട് ആകെ മലീമസമായി, 3 തോട്ടിൽ വെള്ളം പൊങ്ങി. ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1ഉം 2ഉമാണ് ശരി. തോട്ടിലെ ജീവികൾ നശിച്ചു, തോടാകെ മലീമസമായി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന കഥ വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കഥയുടെ പേരെന്താണ്? ക്ലാസ്മേറ്റ്സ്. പൊണ്ണൻ കടുവയാണ് എല്ലാറ്റിനും മുൻകൈയെടുത്തത്. പലപാട് ചിതറിക്കിടക്കുന്ന സഹപാഠികൾക്കെല്ലാം കത്തയച്ചതും മൊബൈൽ നമ്പർ തേടി പിടിച്ച് വിളിച്ചതുമെല്ലാം അവനാണ്. അറിയിപ്പ് കിട്ടിയവരെല്ലാം നിറഞ്ഞ സന്തോഷത്തോടെ പഴയ ലാവണത്തിലെത്താൻ തുടങ്ങി. പൊണ്ണൻ പള്ളിക്കൂടത്തിനു വെളിയിൽ നിറച്ചിരിയോടെ ഏവരെയും എതിരേറ്റു. കൈപിടിച്ച് കുലുക്കിയും കെട്ടിപ്പിടിച്ചും പഴയ സഹപാഠികൾ സ്നേഹം പ്രകടിപ്പിച്ചു. നേരം വൈകിയെന്നു കരുതി ധൃതി പിടിച്ചാണ് വേലുമുയൽ സ്കൂൾ ഗേറ്റിലെത്തിയത്. ഗേറ്റിൽ നിന്ന് കടുവച്ചങ്ങാതി ഇരു കൈയും നീട്ടി വേലുവിനെ സ്വീകരിച്ച് സ്കൂളിനകത്തേക്ക് കൊണ്ടുപോയി. ഏറെ വൈകാതെ പൊണ്ണൻ കടുവ കൈയും വായും നൊട്ടി നുണച്ചുകൊണ്ട് അടുത്ത ക്ലാസ്മേറ്റിനെ സ്വീകരിക്കാനായി സ്കൂൾ ഗേറ്റിനു മുന്നിൽ വന്നു നിന്നു. എം കൃഷ്ണദാസിൻ്റെ കഥയാണ്. കഥയുമായി ബന്ധപ്പെട്ട 9ാമത്തെ ചോദ്യം, സ്കൂളിൽ ഏത് പരിപാടിക്കാണ് മൃഗങ്ങളെല്ലാവരും ഒത്തുചേർന്നത്? എ സ്കൂൾ വാർഷികാഘോഷം, ബി രക്ഷിതാക്കളുടെ യോഗം, സി പൂർവ്വ വിദ്യാർത്ഥികളുടെ യോഗം, ഡി പ്രവേശനോത്സവം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, പൂർവ്വ വിദ്യാർത്ഥികളുടെ യോഗം. 10ാമത്തെ ചോദ്യം, കടുവ കൈയും വായും നൊട്ടി നുണച്ചുകൊണ്ട് വന്നു. ഈ വാക്യത്തിൽ നിന്നും എന്ത് കാര്യമാണ് മനസ്സിലാകുന്നത്? ഓപ്ഷൻ എ മുയലിനെ കടുവ ഭക്ഷിച്ചു, ബി കടുവയ്ക്ക് ഉറക്കം വന്നു, സി കടുവയ്ക്ക് സന്തോഷം തോന്നി, ഡി കടുവയ്ക്ക് ക്ഷീണം തോന്നി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, മുയലിനെ കടുവ ഭക്ഷിച്ചു. നെക്സ്റ്റ് പാർട്ട് ഇംഗ്ലീഷ് ആണ്. റീഡ് ദി പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് 11 to 13. പാസേജ് വായിച്ചിട്ട് അതിൽ നിന്നും ഉത്തരം കണ്ടെത്തി എഴുതാനാണ്. Jay saw a new notice in the school notice board. Attention children, water the plants in the biodiversity garden only in the morning. Jay wondered why. The teacher explained, plants stay fresh for a longer time when we water them in the morning. Watering in the hot afternoon makes the water dry up quickly. 11th question നോക്കാം. Why did the teacher say that it was better to water the plants in the morning? ഏതാണ് മക്കളെ ഇതിൽ ആൻസർ? ഓപ്ഷൻ ബി ആണ് 11ാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. വാട്ടർ ഡ്രൈസ് അപ്പ് ക്വിക്ലി ഇൻ ദി ആഫ്റ്റർനൂൺ. ചെടികൾക്ക് രാവിലെ വെള്ളം ഒഴിക്കുന്നതാണ് നല്ലതെന്ന് ടീച്ചർ പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം വെള്ളം ഒഴിച്ചാൽ അത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അതാണ് വാട്ടർ ഡ്രൈസ് അപ്പ് ക്വിക്ലി ഇൻ ദ ആഫ്റ്റർനൂൺ എന്നുള്ളത് ആൻസറായിട്ട് വന്നത്. ഓക്കെ. 12ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഐഡിയ കൺവേഡ് ബൈ ദി നോട്ടീസ്? ഓപ്ഷൻ എ ഹൗ ടു ക്ലീൻ ദി ഗാർഡൻ, ബി വൈ ദി പ്ലാന്റ്സ് ഗ്രോ ടോൾ, സി ഹൗ ടു സോ സീഡ്സ്, ഡി വെൻ ടു വാട്ടർ ദി പ്ലാന്റ്സ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, വെൻ ടു വാട്ടർ ദി പ്ലാന്റ്സ്. 13ാമത്തെ ചോദ്യം, ചൂസ് ദി കറക്റ്റ് വേർഡ് ടു കംപ്ലീറ്റ് ദി സെൻറ്റൻസ്. ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർ ടു വാട്ടർ ദി പ്ലാന്റ്സ് ഇൻ ദി ആഫ്റ്റർനൂൺ ബിക്കോസ് ദി വാട്ടർ ഡാഷ് ക്വിക്ലി. ഓപ്ഷൻ എ ഡിസപ്പിയേഴ്സ്, ബി ഡാൻസേഴ്സ്, സി ഷൈൻസ് ആൻഡ് ഡി സ്ലീപ്സ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ഡിസപ്പിയേഴ്സ് ആണ് ആൻസറായിട്ട് വരുന്നത്. 14ാമത്തെ ചോദ്യം, ദി ക്യാറ്റ് മൂവ്ഡ് ലിറ്റിൽ ബൈ ലിറ്റിൽ ടുവേർഡ്സ് ദി ബൗൾ വാച്ചിങ് എവ്രി വൺ കെയർഫുള്ളി. വിച്ച് ഓഫ് ദി ഫോളോവിങ് ക്യാൻ ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ദി വേർഡ്സ് അണ്ടർലൈൻഡ്? അണ്ടർലൈൻ ചെയ്ത വേർഡ്സിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന വൺ വേർഡ് താഴെ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് മൂവ്ഡ് ലിറ്റിൽ ബൈ ലിറ്റിൽ എന്നാണ്. പയ്യെ പയ്യെ നടന്നു വരിക, അതിനെയാണ് ലിറ്റിൽ ബൈ ലിറ്റിൽ, മൂവ്ഡ് ലിറ്റിൽ ബൈ ലിറ്റിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ റഷ്ഡ്, ബി ജംപ്ഡ്, സി ഇഞ്ചഡ്, ഡി ഗ്രാബ്ഡ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇഞ്ചഡ്. 15ാമത്തെ ചോദ്യം, സെലക്ട് ദി കറക്റ്റ് സെറ്റ് ഓഫ് ആൻസർ. ഇതിൽ നിന്നും കറക്റ്റ് സെറ്റ് ഓഫ് ആൻസേഴ്സ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എ ടോൾ, ബി സ്പൈസി, സി ഡ്രൈറ്റ്.
1 തന്നിരിക്കുന്നത് മോർണിംഗ് എന്നാണ്, 2 തന്നിട്ടുള്ളത് ബിൽഡിംഗ് എന്നാണ്, 3 സ്റ്റോൺ, 4 സൂപ്പ്. ഇതിലേതാണ് മക്കളെ കറക്റ്റ് സെറ്റ് ഓഫ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ടോൾ ബിൽഡിംഗ് ആണ്, സ്പൈസി സൂപ്പ്, ബ്രൈറ്റ് മോർണിംഗ്. 16ാമത്തെ ചോദ്യം, ദി ബേബി ഈസ് ആസ് സോഫ്റ്റ് ആസ് എ ഫ്ലവർ. Which of the following statement has the same meaning? Option A, the baby is softer than a flower. B, the flower is softer than a baby. C, the baby is soft like a flower. D, the baby is not as soft as a flower. Answer option C ആണ്. The baby is soft like a flower. 17ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. കറക്റ്റായ സ്പെല്ലിംഗ് ഉള്ള വേർഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ദി വിസാർഡ് ഓഫ് ഓസ് ഈസ് എ സ്റ്റോറി ഫിൽഡ് വിത്ത് മാജിക് ആൻഡ് ഡാഷ്. ഇവിടെ വരേണ്ട വേർഡ് മിസ്റ്ററി എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ കറക്റ്റ് ആൻസർ സ്പെല്ലിംഗ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. MYSTERY മിസ്റ്ററിയുടെ സ്പെല്ലിംഗ് അതാണ്. നെക്സ്റ്റ് വൺ, റീഡ് ദി പോയം ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് 18 to 19. Be brave, be bold, let your heart hold. Try again, don't fear, success is always near. Stand up, smile bright, you can win any fight. Okay, questions നോക്കാം. 18. What is the central idea of the poem? Option A, we cannot win in life. B, you cannot fight with problems. C, run away from difficulties. And D, face the life with courage. Yes, option D ആണ് correct answer. Face the life with courage. നെക്സ്റ്റ് 19th ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് സെറ്റ് ഓഫ് റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാനാണ്. വിച്ച് ഇസ് ദ കറക്റ്റ് സെറ്റ് ഓഫ് റൈമിംഗ് വേർഡ്സ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ബോൾഡ്, ഹോൾഡ്, ഫിയർ, നിയർ, ബ്രൈറ്റ്, ഫൈറ്റ്. 20ാമത്തെ ചോദ്യം, ലിനു വിസ്പേർഡ് ദി ആൻസർ ഹെസിസ്റ്റൻ്റ്ലി. Which of the following indicates words opposite in meaning of the word underlined? വിസ്പേർഡ് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിസ്പേർഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് മക്കളെ? പയ്യെ പറയുക, മന്ത്രിക്കുക, ചെറിയ ശബ്ദത്തിൽ പറയുക എന്നൊക്കെയാണ് അർത്ഥം. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 2 and 4 ആർ കറക്റ്റ്. 2 എന്താണ്? കോൾഡ് ഔട്ട് ആണ്. 4 ഷൗട്ടഡ് ആണ്. ഈ രണ്ട് വേർഡ്സിൻ്റെ മീനിങ് എന്താണ്? ഉച്ചത്തിൽ വിളിച്ചു പറയുക എന്നുള്ളതാണ്. ഓക്കെ, 21ാമത്തെ ക്വസ്റ്റ്യൻ മാത്സിൽ നിന്നാണ്. അക്കങ്ങളുടെ തുക 10 മൂന്നക്ക സംഖ്യകളിൽ ഏറ്റവും വലുതിനെക്കുറിച്ച് ശരിയായത് താഴെ കൊടുത്തവയിൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ആ സംഖ്യയുടെ 1ൻ്റെ സ്ഥാനത്ത് 9 ആയിരിക്കും, ആ സംഖ്യയുടെ 100ൻ്റെ സ്ഥാനത്ത് 9 ആയിരിക്കും, ആ സംഖ്യയിൽ 0 ഉണ്ടായിരിക്കുകയില്ല, ആ സംഖ്യയുടെ 10ൻ്റെ സ്ഥാനത്ത് 9 ആയിരിക്കും. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ആ സംഖ്യയുടെ 100ൻ്റെ സ്ഥാനത്ത് 9 ആയിരിക്കും. എന്തുകൊണ്ടാണ്? ദി ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ വിത്ത് എ സം ഓഫ് 10 ഈസ് എത്രയാണ്? 910 ആണ്. 910 ആണ്. 910 ആണ് അക്കങ്ങളുടെ തുക 10 മൂന്നക്ക സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യ. അതുകൊണ്ട് തന്നെ 9 ഈസ് ഇൻ ദി ഹൺഡ്രഡ്സ് പ്ലേസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. 22ാമത്തെ ചോദ്യം, നിധിൻ രാവിലെ 8 മണിക്ക് കോഴിക്കോട് നിന്ന് യാത്ര പുറപ്പെട്ടു. 10:40 തൃശ്ശൂർ എത്തി. ഇനിയും 2 മണിക്കൂർ 50 മിനിറ്റ് യാത്ര ചെയ്താൽ കോട്ടയത്തെത്തും. കോഴിക്കോട് നിന്ന് കോട്ടയത്തെത്തുന്നതിനെടുക്കുന്ന സമയം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 5 മണിക്കൂറും 30 മിനിറ്റുമാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ടൈം ടു തൃശ്ശൂർ 2 hours 40 minutes ആണല്ലോ. റിമൈനിങ് ടൈം എന്ന് പറയുന്നത് 2 hours 50 minutes ആണ്. സോ ടോട്ടൽ 2 hours 40 minutes പ്ലസ് 2 hours 50 minutes. അങ്ങനെയാണ് 5 hours 30 minutes വരുന്നത്. 23ാമത്തെ ചോദ്യം, ജനുവരി മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച തീയതി 3 ആണ്. ആ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച തീയതി എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 31 ആണ്. 31 എങ്ങനെയാണ് വരുന്നത്? സൺഡേസ് ഫോൾ ഓൺ 3, then 10, then 17, then 24 and last 31. 24ാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ 45 × 8 45 × 8 തുല്യമായത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 40 × 8 + 5 × 8.
25-ാമത്തെ ചോദ്യം, ഒരു സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ 1971 കിട്ടി. ആ സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് താഴെ കൊടുത്തവയിൽ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, 1971 പ്ലസ് 9. 26-ാമത്തെ ചോദ്യം, 10 സെൻറ്റിമീറ്റർ 4 മില്ലിമീറ്ററിനെ കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകൾ നോക്കൂ. ഈ പ്രസ്താവനകളിൽ ശരി ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 2ഉം 4ഉം പ്രസ്താവനകളാണ് ശരി. അതായത് ഇത് 1 മീറ്ററിനേക്കാൾ കുറവാണ്, ഇത് 104 മില്ലിമീറ്ററിന് തുല്യമാണ്. 27-ാമത്തെ ക്വസ്റ്റ്യൻ, അടുത്ത സംഖ്യ ഏത്? 8, 18, 30, 44, 60. ഏതാണ് മക്കളെ കറക്റ്റ് ആൻസർ? 78. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതായത് ദി ഡിഫറൻസസ് ആർ 10, 12, 14, 16. സോ ദി നെക്സ്റ്റ് ഡിഫറൻസ് ഈസ് 18. 60 പ്ലസ് 18 എത്രയാണ് വരുന്നത്? 78 ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 28 ആണ്. താഴെ കൊടുത്ത സംഖ്യകളെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമീകരിച്ചാൽ 6489 കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന സംഖ്യ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 6458. 29-ാമത്തെ ചോദ്യം, 1-ാം കോളത്തിലെ സംഖ്യകൾക്ക് തുല്യമായ സംഖ്യകൾ 2-ാം കോളത്തിലുണ്ട്. 1-ാം കോളത്തിലെ 1 എഴുതിയിരിക്കുന്നത് 3, 1000, 10, 100, 8, 1 എന്നാണ്. കോളം 2-ൽ 4880 ആണ് എ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. 2-ാം കോളത്തിൽ 2000, 20, 100, 8, 10, 8, 1. ബി ഓപ്ഷൻ 4808 ആണ്. 3, 3000, 18, 100, 7, 10, 10, 1. സി ഓപ്ഷൻ 4008ഉം ഡി ഓപ്ഷൻ 4088ഉമാണ്. ശരിയായി യോജിപ്പിച്ചെഴുതിയത് താഴെ കൊടുത്തവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 1, 3000, 10, 100, 8, 1 എന്ന് പറയുമ്പോൾ അത് കോളം 2-ലെ സിയുമായിട്ടാണ് യോജിക്കുന്നത്. 4008. 2, 2000, 20, 100, 8, 10, 8, 1 എന്ന് പറയുമ്പോൾ അത് 4088 ആണ്. കോളം 2-ലെ ഡിയുമായിട്ടാണ് കറക്റ്റ് ആവുന്നത്. ലാസ്റ്റ് വൺ 3000, 18, 100, 7, 10, 10, 1 എന്ന് പറയുമ്പോൾ അത് ഏതുമായിട്ടാണ് യോജിക്കുന്നത്? കോളം 2-ലെ എ, 4880. 30-ാമത്തെ ചോദ്യം, മാത്സിലെ ലാസ്റ്റ് ചോദ്യം. ഒരു പ്രസ്താവനയും കാരണവും തന്നിരിക്കുന്നു. പ്രസ്താവന എന്തെന്ന് നോക്കാം. താഴെയുള്ള ചിത്രം ഒരു ദീർഘചതുരമാണ്. കാരണം 4 വശങ്ങളുള്ള രൂപങ്ങളെല്ലാം ദീർഘചതുരമാണ്. പ്രസ്താവനയും കാരണവും പരിശോധിച്ച് താഴെ കൊടുത്തവയിൽ ശരി ഏതെന്ന് കണ്ടെത്തുക എന്നാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. തന്നിട്ടുള്ള ചിത്രം ദീർഘചതുരമാണ്, ഓക്കെ. പക്ഷേ 4 വശങ്ങളുള്ള രൂപങ്ങളെല്ലാം ദീർഘചതുരമാണോ മക്കളെ? അല്ല. അതുകൊണ്ട് തന്നെ പ്രസ്താവന ശരിയും കാരണം തെറ്റുമാണ്. 31-ാമത്തെ ചോദ്യം EVSൽ നിന്നുമാണ്. പ്രകൃതിദത്ത ആവാസത്തിൻ്റെ ശരിയായ കൂട്ടം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കടൽ, കായൽ, പുഴ, കണ്ടൽക്കാട്. സി ബാക്ക് വാട്ടർ, റിവർ, മാംഗ്രൂവ് ഫോറസ്റ്റ്. 32-ാമത്തെ ചോദ്യം, സ്കൂളിൽ നിന്ന് പഠനയാത്രയ്ക്ക് പോയ കുട്ടികൾ ഒരു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ ദിസ്പൂരിൽ പോയി. ബിഹു ഉത്സവവും കണ്ടു. അവർ സന്ദർശിച്ച സംസ്ഥാനം ഏതാണ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ, ആസാമാണ്. 33-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കങ്കാരു എലിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. 1, നീളം കൂടിയ പിൻകാലുകളുണ്ട്. 2, വിയർപ്പിലൂടെ ജലനഷ്ടം കൂടുതലാണ്. 3, മാളങ്ങൾക്ക് ആഴം കുറവാണ്. 4, ഒട്ടും തന്നെ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ കഴിയും. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ. 1ഉം 4ഉമാണ് ശരി. നീളം കൂടിയ പിൻകാലുകളുണ്ട്, ഒട്ടും തന്നെ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ കഴിയും. 34-ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ അവ നടന്ന വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു, ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ. 1, 2, 3, 4 എന്നുള്ളതാണ് ആൻസർ. ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു, ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. കറക്റ്റാണ്. അങ്ങനെ തന്നെയാണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അതേ ക്രമത്തിൽ തന്നെയാണ് ഈ ഇൻസിഡൻസ് ഒക്കെ നടന്നിട്ടുള്ളത്.
35-ാമത്തെ ചോദ്യം, അങ്ങാടിക്കുരുവി, മലമുഴക്കി വേഴാമ്പൽ തുടങ്ങിയ പക്ഷികൾ വംശനാശ ഭീഷണി നേരിടുന്നതായി റിപ്പോർട്ടുണ്ട്. ഈ പക്ഷികളെ സംരക്ഷിക്കുന്നതിന് നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഏറ്റവും ഉചിതമായ പ്രവർത്തനം എന്തായിരിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, പക്ഷി സങ്കേതങ്ങൾ സന്ദർശിക്കുക. ബി, സ്കൂളിൽ പക്ഷി നിരീക്ഷണ ദിനം ആചരിക്കുക. സി, ഉയർന്ന മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും പരിസരത്ത് പക്ഷികൾക്ക് ദാഹജലം ഒരുക്കുകയും ചെയ്യുക. ഡി, പക്ഷിശാസ്ത്രജ്ഞരുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ. ഉയർന്ന മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും പരിസരത്ത് പക്ഷികൾക്ക് ദാഹജലം ഒരുക്കുകയും ചെയ്യുക. പ്ലാന്റ് ടോൾ ട്രീസ് ആൻഡ് പ്രൊവൈഡ് ഡ്രിങ്കിങ് വാട്ടർ ഫോർ ബേർഡ്സ് ഇൻ ദി സറൗണ്ടിങ്സ്. 36-ാമത്തെ ചോദ്യം, പ്രസ്താവന, അലക്കിയ വസ്ത്രങ്ങൾ ഉണങ്ങുന്നത് ബാഷ്പീകരണം മൂലമാണ്. കാരണം തന്നിരിക്കുന്നത് ബാഷ്പം ദ്രാവകമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. പ്രസ്താവനയും കാരണവും പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പ്രസ്താവന ശരിയും കാരണം തെറ്റുമാണ്. ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ബട്ട് ദി റീസൺ ഈസ് റോങ്. എന്തുകൊണ്ടാണ് പ്രസ്താവന ശരിയും കാരണം തെറ്റുമായത്? ഇവാപ്പറേഷൻ എന്നാൽ എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബാഷ്പം ദ്രാവകമായി മാറുന്ന പ്രക്രിയയാണ് ഇവാപ്പറേഷൻ അഥവാ ബാഷ്പീകരണം. അത് തെറ്റാണ്. കാരണം ഇവാപ്പറേഷൻ ഈസ് ലിക്വിഡ് ടേണിംഗ് ഇൻറ്റു വേപ്പറാണ്. ദ്രാവകം വേപ്പറായിട്ട് മാറുന്നതാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 37-ാമത്തെ ചോദ്യം, സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഗ്രഹങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നതിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ശുക്രൻ, ചൊവ്വ, വ്യാഴം, യുറാനസ്. വീനസ്, മാസ്, ജൂപ്പിറ്റർ, യുറാനസ് ആ ഒരു ക്രമത്തിലാണ് വരുന്നത്. 38-ാമത്തെ ചോദ്യം, നാടൻ പാട്ടുകൾക്ക് ഓരോ പ്രദേശത്തും വ്യത്യസ്തമായ ഈണങ്ങളും വരികളും ഉണ്ടാകുന്നതിന് കാരണം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓരോ പ്രദേശത്തെയും ആചാരങ്ങളും സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ. 39-ാമത്തെ ചോദ്യം, പ്രസ്താവനയും കാരണവും തന്നിട്ടുണ്ട്. പ്രസ്താവന, ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ വിവിധ ആകൃതിയിൽ ദൃശ്യമാകുന്നു. കാരണം ഭൂമി ചന്ദ്രനെ ചുറ്റുമ്പോൾ സൂര്യപ്രകാശം ചന്ദ്രൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്നു. പ്രസ്താവനയും കാരണവും പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. പ്രസ്താവന ശരിയാണ്, പക്ഷെ കാരണം തെറ്റാണ്. എന്തുകൊണ്ടാണ്? ഭൂമി ചന്ദ്രനെ ചുറ്റുമ്പോൾ സൂര്യപ്രകാശം ചന്ദ്രന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്നു എന്നാണ് ഇവിടെ റീസൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റല്ലേ? ബിക്കോസ് ദി മൂൺ റിവോൾവ്സ് അറൗണ്ട് ദി എർത്ത്. 40-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തൂ. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് 1, സംഗീതജ്ഞനായ ഭരണാധികാരി എന്നുള്ളത് സി ആണ്, സ്വാതി തിരുനാൾ. 2, മാപ്പിളപ്പാട്ട് രചയിതാവ് ഡി ആണ്, മോയിൻകുട്ടി വൈദ്യർ. 3, മംഗലം കളി എ ആണ്, കല്യാണ കളിയാണ്. 4, ഹംസവും ദമയന്തിയും ബി ആണ് വരുന്നത്, രാജ രവിവർമ്മ. 41-ാമത്തെ ചോദ്യം, ഡ്രാഗൺ ഫ്രൂട്ട് കള്ളിച്ചെടിയുടെ വർഗത്തിലുള്ള ചെടിയാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഭക്ഷ്യയോഗ്യമായ ഉൾക്കാമ്പിന് പച്ച നിറമാണ്. സ്ട്രോബെറി പിയർ എന്നറിയപ്പെടുന്ന ഫലം ഡ്രാഗൺ ഫ്രൂട്ടാണ്. കേരളത്തിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ സാധിക്കില്ല. ഈ പ്രസ്താവനകൾ വിലയിരുത്തി താഴെ സൂചിപ്പിച്ചിരിക്കുന്നവയിൽ ഏതാണ് ശരി എന്ന് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ് കറക്റ്റ്. അതായത് ഡ്രാഗൺ ഫ്രൂട്ട് കള്ളിച്ചെടിയുടെ വർഗത്തിലുള്ള ചെടിയാണ്. സ്ട്രോബെറി പിയർ എന്നറിയപ്പെടുന്ന ഫലം ഡ്രാഗൺ ഫ്രൂട്ടാണ്. 42-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന 1947 ഓഗസ്റ്റ് 15 നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്. ആൻസർ ഡി ആണ്. 1ഉം 3ഉമാണ് ശരി. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്. 1947 ആഗസ്റ്റ് 15 നിലവിൽ വന്നു എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണല്ലേ? ദി കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ എന്നാണ്? ജനുവരി 26, 1950 ആണ്. 1950 ജനുവരി 26 നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്.
43-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ലയെക്കുറിച്ചുള്ള ചില പ്രസ്താവനകൾ ചുവടെ കൊടുക്കുന്നു. ആക്സിയം 4 എന്ന ദൗത്യത്തിലൂടെയാണ് അദ്ദേഹം ബഹിരാകാശത്തെത്തിയത്. സ്പേസ് എക്സ് ഡ്രാഗൺ എന്ന ബഹിരാകാശ പേടകത്തിലാണ് അദ്ദേഹം ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ചത്. തമിഴ്നാട് സ്വദേശിയാണ് ശുഭാംശു ശുക്ല. ഈ 3 പ്രസ്താവനകളാണ് അദ്ദേഹത്തെക്കുറിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് മക്കളെ ശരി? 1ഉം 2ഉമാണ് ശരി. സോ ആൻസർ എ ആണ്, ഓപ്ഷൻ എ ആണ്. 44-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം 1978 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം. മുകളിൽ നൽകിയിട്ടുള്ള എല്ലാ സൂചനകളും ശരിയായി വരുന്ന ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇരവികുളം. 45-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളും അവയുടെ തനതു കലാരൂപങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. 1 കേരളം, 2 ഉത്തർപ്രദേശ്, 3 കർണാടക. എ കഥക്, ബി യക്ഷഗാനം, സി ബിഹു, ഡി മോഹിനിയാട്ടം. ഇവയിൽ ശരിയായിട്ടുള്ള കൂട്ടം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് കേരളം മോഹിനിയാട്ടം, ഉത്തർപ്രദേശ് കഥക് ആൻഡ് കർണാടക യക്ഷഗാനം. 46-ാമത്തെ ചോദ്യം, കേരളത്തിലെ ചില പക്ഷി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായവ ഏതെല്ലാം? 1 തട്ടേക്കാട് എറണാകുളം, 2 കുമരകം കോട്ടയം, 3 ചൂലന്നൂർ വയനാട്, 4 കടലുണ്ടി മലപ്പുറം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 4ഉമാണ് കറക്റ്റ്. ചൂലന്നൂർ വയനാട് എന്നുള്ളത് തെറ്റാണ്. ചൂലന്നൂർ ഈസ് ഇൻ പാലക്കാട്, നോട്ട് ഇൻ വയനാട്. ഓക്കെ. 47-ാമത്തെ ചോദ്യം, കേരള ചരിത്രത്തിലെ ചില സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. ഇവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉമാണ് ശരി. വാസ്കോഡ ഗാമ കേരളത്തിലെത്തിയത് 1498 പുന്നപ്ര വയലാർ സമരം നടന്നത് 1946 ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ മക്കൾക്ക് ഇത് തെറ്റിപ്പോകാം. ഇത്തിരി ടഫാണെന്ന് തോന്നും. തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യുകയും ചെയ്യും. അതിനാദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നന്നായിട്ട് മക്കൾക്ക് അറിയാവുന്ന ഏതെങ്കിലും പോയിന്റ്സ് ഉണ്ടോയെന്ന് നോക്കുക. അതിൽ ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്ന ഞാൻ പറയാം. കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് 1991 ഇവിടെ പറയുന്നത്. പക്ഷേ ഈ ഒരു സംഭവം വളരെ റീസെൻ്റ്ലി നടന്നിട്ടുള്ളതാണ് അല്ലേ? പിന്നെ നിങ്ങൾക്കറിയാം കേരള സംസ്ഥാനം രൂപീകൃതമായത് 1950 അല്ല, 56 അപ്പോൾ ആ തന്നിരിക്കുന്ന 2 പോയിന്റ്സും തെറ്റാണ്. സോ വാസ്കോഡ ഗാമ കേരളത്തിൽ എത്തിയെന്നുള്ള വർഷവും പുന്നപ്ര വയലാർ സമരവും ഒന്നും കറക്റ്റായിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എലിമിനേഷൻ ടെക്നിക്ക് വഴി ആൻസറിലേക്ക് എത്താം. അതുകൊണ്ട് തന്നെ എല്ലാം പഠിച്ച് ആൻസർ നമ്മൾ എഴുതുന്നതിനെക്കാട്ടിലും പഠിച്ചതിൽ നിന്ന് എങ്ങനെ കറക്റ്റായ ആൻസറിലേക്ക് എത്താം എന്നുള്ള ഒരു ടെക്നിക്ക് കൂടി ഇവിടെ യൂസ് ചെയ്യണം കേട്ടോ. 48-ാമത്തെ ചോദ്യം, കേരള സംസ്ഥാനത്തിൻ്റെ ചില സവിശേഷതകൾ ചുവടെ ചേർത്തിരിക്കുന്നു. ഇവയിൽ തെറ്റായവ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 3ാമത്തെയും 4ാമത്തെയും സവിശേഷതകൾ തെറ്റാണ്. അതായത് തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു എന്നുള്ളത് തെറ്റാണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം തിരുവനന്തപുരം ആണ് എന്ന് പറഞ്ഞിരിക്കുന്നതും തെറ്റാണ്. തിരുവനന്തപുരം അല്ല, പിന്നെ ഏതാണ്? എറണാകുളമാണേ. 49-ാമത്തെ ചോദ്യം, ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ വിവരങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണേ. അതായത് സ്റ്റേറ്റ്മെൻറ്റ്സ് 2ഉം 3ഉം 4ഉമാണ് കറക്റ്റായിട്ടുള്ളത്. 2026 ലോകകപ്പ് USA, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായിട്ടാണ് നടത്തുന്നത്. 3 രാജ്യങ്ങൾ ചേർന്ന് ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ ലോകകപ്പാണിത്. അടുത്ത ലോകകപ്പിനുള്ള ഔദ്യോഗിക പന്തിൻ്റെ പേര് ട്രിയോണ്ട എന്നാണ്. ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് ശരിയാണ്. തെറ്റിപ്പോയത് ഏതാ? 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണേ. 3 വർഷം കൂടുമ്പോഴല്ല, 4 വർഷം കൂടുമ്പോഴാണ് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്നത്. പേപ്പർ 1ലെ അവസാനത്തെ ചോദ്യമാണേ മക്കളെ. 50-ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിൻ്റെ റെയിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. ഇവയിൽ ശരിയായവ ഏത്? 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കാസർഗോഡ് തിരുവനന്തപുരം, മംഗലാപുരം തിരുവനന്തപുരം, എറണാകുളം ബംഗളൂരു എന്നീ റൂട്ടുകളിൽ വന്ദേ ഭാരത് സർവീസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 കൊച്ചി, തിരുവനന്തപുരം എന്നീ നഗരങ്ങളിൽ മെട്രോ റെയിൽ സർവീസ് ഉണ്ട്. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരം വഴി ദിബ്രുഗഡ് വരെ പോകുന്ന ട്രെയിനിൻ്റെ പേര് വിവേക് എക്സ്പ്രസ് എന്നാണ്.
4. വേണാട് എക്സ്പ്രസ് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ സർവീസ് നടത്തുന്നു. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് കാസർഗോഡ് തിരുവനന്തപുരം, മംഗലാപുരം തിരുവനന്തപുരം, എറണാകുളം, ബംഗളൂരു എന്നീ റൂട്ടുകളിൽ വന്ദേ ഭാരത് സർവീസ് ഉണ്ട്. കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരം വഴി ദിബ്രുഗഡ് വരെ പോകുന്ന ട്രെയിനിൻ്റെ പേര് വിവേക് എക്സ്പ്രസ് എന്നുമാണ്. തെറ്റിപ്പോയത് ഏതാണ്? കൊച്ചി, തിരുവനന്തപുരം എന്നീ നഗരങ്ങളിൽ മെട്രോ റെയിൽ സർവീസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. മെട്രോ റെയിൽ ഈസ് കറൻ്റ്ലി ഓൺലി ഇൻ കൊച്ചി. കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ. ട്രിവാൻഡ്രത്ത് ഇതുവരെ ആയിട്ടില്ല. പിന്നെ തെറ്റിച്ച് തന്നിരിക്കുന്നത് 4ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. വേണാട് എക്സ്പ്രസ് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ സർവീസ് നടത്തുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് മക്കളെ. വേണാട് എക്സ്പ്രസ് റൺസ് ബിറ്റ്വീൻ ട്രിവാൻഡ്രം ആൻഡ് ഷൊർണൂർ. ട്രിവാൻഡ്രത്തിനും ഷൊർണൂറിനും ഇടയിലാണ് വേണാട് എക്സ്പ്രസ് സർവീസ് നടത്തുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിൻ്റെ പേപ്പർ 1ൻ്റെ ആൻസർ കീ ആണ്. പേപ്പർ 2 ആൻസർ കീ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.